എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചി പള്ളുരുത്തി സെയിൻറ്റ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൃത്യമായ അറിവുണ്ട്. അതിൽ എക്സ്റ്റേണലായിട്ട് SDPI പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമൊക്കെ അവിടെ നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും 2 ദിവസം സ്കൂളിന് ഈ വിവാദത്തെ തുടർന്ന് പ്രിൻസിപ്പൽ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സമൂഹത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചോദ്യം ഇങ്ങനെ ഉയരുന്നുണ്ട്. അതായത് ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ്, അവിടെ കന്യാസ്ത്രീകൾ അധ്യാപികമാരായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ മതാചാര പ്രകാരമുള്ള ശിരോവസ്ത്രം ധരിച്ചുകൂടാ? ഈ ചോദ്യമാണുള്ളത്. ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ മാത്രമല്ല ഉന്നയിക്കുന്നത്, മറിച്ച് ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാസന അധിപനായിട്ടുള്ള യൂഹനോൻ മാർ മിലിത്തിയോസ് അടക്കമുള്ള ആൾക്കാർ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ചോദ്യം ചോദിക്കുന്നതിന് പിന്നിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച്, അവർക്കുള്ള നിയമങ്ങളെക്കുറിച്ച്, കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് ഒക്കെ തന്നെ കാര്യമായിട്ടുള്ള അറിവില്ലായ്മയുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അതായത് ഒരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള അവകാശങ്ങളും അധികാരങ്ങളും 2 തരത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. അതെന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടത്, ഒരു വിദ്യാലയത്തിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ചട്ടങ്ങളും നിയമങ്ങളും വെവ്വേറെയാണ് എന്നുള്ളതാണ്. മിക്ക വിദ്യാലയങ്ങളിലും യൂണിഫോം ബാധകമാകുന്നത് വിദ്യാർത്ഥികൾക്കാണ്, അധ്യാപകർക്കല്ല. അധ്യാപകർക്ക് യൂണിഫോം നിഷ്കർഷിക്കപ്പെടുന്ന സ്കൂളുകളുമുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം സ്കൂളുകളിൽ, പ്രത്യേകിച്ച് സെയിൻറ്റ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂൾ പോലെയുള്ള സ്കൂളുകളിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം ശുപാർശ ചെയ്തിരിക്കുന്നത്, അല്ലാതെ അധ്യാപകർക്കല്ല. അതിന് തീരുമാനമെടുക്കുന്നതിന് ഒരു സെൻട്രലി ഗവേൺ ചെയ്യുന്ന ലോ ഒന്നുമില്ല. മറിച്ച് അതാത് സ്കൂളുകളുടെ വിവേചനാധികാരമാണ് എങ്ങനെ വേണം അവരുടെ യൂണിഫോം ചട്ടങ്ങളൊക്കെ തന്നെ രൂപീകരിക്കുക എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, അധ്യാപകർക്ക് യൂണിഫോം വേണോ വേണ്ടയോ, വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വേണോ, വേണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അതോറിറ്റി എന്നത് ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റാണ്. അത് നിയമപ്രകാരവും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് പ്രകാരവും ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനുള്ള ഒരു അവകാശമാണ്, അധികാരമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉണ്ട് എന്ന് കരുതി അധ്യാപകർക്ക് യൂണിഫോം ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷയില്ല. 2, അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ മതാചാര പ്രകാരമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ അധ്യാപകർക്ക് മതാചാര പ്രകാരമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ള ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ യൂഹനോൻ മാർ മിലിത്തിയോസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന വാദത്തിൽ നിയമപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സ്റ്റാൻഡിങ്ങുമില്ല എന്നുള്ളതാണ് പ്രധാനം. വിദ്യാഭ്യാസം എന്ന പ്രക്രിയയാണ് സെക്യുലർ ആയിരിക്കുന്നത്, മറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നത് സെക്യുലർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഭരണഘടനാപരമായി തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെയിൻറ്റ് റീറ്റേഴ്സ് എന്ന പേരിൽ വിശുദ്ധയായി സഭ പരിഗണിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യൻ മിഷൻ സ്കൂളുകളിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പുണ്യാളൻ്റെയോ അതല്ലെങ്കിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരാളിൻ്റെയോ ഒക്കെ പേരിലായിരിക്കും ആ വിദ്യാഭ്യാസ സ്ഥാപനം ഫോർമലായിട്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ ഗവേൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്യുലർ ആയിരിക്കണം എന്ന് യാതൊരു വിധത്തിലുള്ള നിബന്ധനയും നമ്മുടെ രാജ്യത്തില്ല. പക്ഷേ വിദ്യാഭ്യാസം എന്നുള്ള പ്രക്രിയ അത് വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന കാര്യമാണ്. ആ പ്രക്രിയ ഒരു സെക്യുലർ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ബാധകമാകുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ ഞാനും നീയും എന്നുള്ള വ്യത്യാസമില്ലാതിരിക്കുന്നതിനും മതപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഭിന്നതകളും ഉണ്ടാകാതിരിക്കുന്നതിനും അവരെല്ലാവരും തന്നെ ഒരേപോലെയുള്ള അധികാരങ്ങളും അവകാശങ്ങളും പരിഗണനകളും കിട്ടുന്ന വിദ്യാർത്ഥികളാണ് എന്നുള്ളതിനെ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും യൂണിഫോം നൽകുന്നത്. അതല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള മതാചാര പ്രകാരമുള്ള വസ്ത്രം യൂണിഫോമിന് പുറമെ ഞാൻ ധരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ധരിക്കുന്നത് യൂണിഫോം ആകുന്നില്ല. കാരണം എൻ്റെ മതപരമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റിയാണ് ഞാനിവിടെ പ്രദർശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് സെക്യുലർ സ്വഭാവം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അവർ നൽകുന്ന വിദ്യാഭ്യാസം സെക്യുലർ ആയിരിക്കണം, പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് സച്ച് റിലീജിയസ് ആകരുത് എന്ന് യാതൊരു വിധത്തിലുള്ള നിഷ്കർഷയുമില്ല. അതുകൊണ്ട് തന്നെയാണ് പുണ്യവാളന്മാരുടെയും വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെയും ഒക്കെ പേരിൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർ ആ സഭയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഠത്തിൻ്റെയൊക്കെ നടത്തിപ്പുകാരായിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനുകളിൽ ഇരിക്കുന്ന ആൾക്കാരും അധ്യാപകരായിട്ടുള്ള ആൾക്കാരും. ആ ആൾക്കാർക്ക് യൂണിഫോം നിർബന്ധമല്ല. ആ ആൾക്കാർക്ക് അവരുടെ മതാചാര പ്രകാരമുള്ള വസ്ത്രങ്ങൾ തന്നെ ധരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല.
ഒന്ന് ആലോചിച്ച് നോക്കുക. സെയിൻറ്റ് ജോസഫ്സ് പബ്ലിക് സ്കൂൾ എന്ന് ഒരു സ്കൂളിന് പേരിട്ട് അത് ഒരു പുണ്യവാളൻ്റെ പേരിൽ തന്നെ അറിയപ്പെട്ടിട്ട് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപികമാർക്ക് നിങ്ങൾ കന്യാസ്ത്രീകളാണെങ്കിലും നിങ്ങളിവിടെ സെക്യുലറായിട്ടുള്ള യൂണിഫോം മാത്രം ധരിക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. മറിച്ച് അവിടെ വിദ്യ തേടി വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആ ഒരു വണ്ണസ് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ 2018 ഒരു വിധി തന്നെയുണ്ട്. ഫാത്തിമ തസ്നീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ഒരു കേസ്. ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ഫുൾ സ്ലീവ് വസ്ത്രവും അതേപോലെ ശിരോവസ്ത്രവും ഒക്കെ തന്നെ ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാവശ്യമുണ്ടാവുകയും അത് സ്കൂൾ മാനേജ്മെൻറ്റ് നിരാകരിക്കുകയും ചെയ്ത സമയത്താണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. 2018 സംഭവം. ആ സമയത്ത് ഹൈക്കോടതി പറഞ്ഞിരുന്ന വിധിയിൽ പറയുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള അവകാശങ്ങൾ നിരവധിയായിട്ടുണ്ട്, പക്ഷേ അതൊന്നും തന്നെ അബ്സല്യൂട്ട് അല്ല, അഥവാ പരമമല്ല. അതൊന്നും തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അവകാശത്തിനേക്കാൾ മുകളിലല്ല. അതായത് ഒരു വിദ്യാർത്ഥിനിക്ക് ഫുൾ സ്ലീവ് ഷർട്ട് ധരിക്കുന്നതിന് വേണ്ടിയിട്ടോ ശിരോവസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അനുവദിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ ആ വിദ്യാർത്ഥിനി പഠിക്കുന്ന ഒരു വിദ്യാലയത്തിന് അവർ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ഡ്രസ് കോഡ് ഉണ്ട്, ഒരു യൂണിഫോം ഉണ്ട് എങ്കിൽ ആ യൂണിഫോം പോളിസിക്കാണ് ഈ വിദ്യാർത്ഥിനിയുടെ വ്യക്തിപരമായിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള റൈറ്റ്സിന് പുറമെ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് ഒരു സ്കൂളിൻ്റെ യൂണിഫോം പോളിസി ഏതാണോ അത് അതേപോലെ തന്നെ പിന്തുടരാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നത്. തന്നെയുമല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിഷ്കർഷിക്കുന്നതിനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനുണ്ട് എന്നും ഹൈക്കോടതി പറഞ്ഞു. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസവും ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ശിരോവസ്ത്രം അഥവാ ഹിജാബ് ധരിക്കുക എന്നുള്ളത് അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യത അഥവാ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. അതുകൊണ്ട് ഒരു മുസ്ലിം കുട്ടിക്ക് എനിക്ക് ഹിജാബ് ധരിക്കണം, അത് മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്, അതുകൊണ്ട് തന്നെ യൂണിഫോമിന് പുറമെ ഞാൻ ഹിജാബും ധരിക്കും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെ ഹൈക്കോടതി വിധിയുടെ ലംഘനമാകും. അതുകൊണ്ട് തന്നെ നിയമപരമായി അത് അനുവദിക്കാൻ സാധ്യമല്ല. ഇനി യൂഹനോൻ മാർ മിലിത്തിയോസ് അടക്കമുള്ള ആൾക്കാർ പറയുന്ന മറ്റൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു വിദ്യാലയത്തിലേക്ക് വരുന്ന ശിരോവസ്ത്രം ധരിച്ച ഒരു വിദ്യാർത്ഥിനിയോട് അതേപോലെ തന്നെയുള്ള ശിരോവസ്ത്രം മതാചാരപ്രകാരം ധരിച്ചിരിക്കുന്ന ഒരു കന്യാസ്ത്രീക്ക് അത് അഴിച്ചു വെച്ചിട്ട് മാത്രമേ ക്ലാസ്സിൽ കയറാൻ സാധ്യമാകൂ എന്ന് പറയാൻ കഴിയുക എന്നുള്ളത്. വീണ്ടും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേ തരത്തിലല്ല ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളിൽ വണ്ണസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ യൂണിഫോം പോളിസിയുടെ അടിസ്ഥാനം തന്നെ. അതല്ലാതെ ഒരു മതപരമായിട്ടുള്ള സഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സഭയുടെ ഭാഗമായിട്ടുള്ള അധ്യാപകർ വരുമ്പോൾ അവരുടെ സെക്യുലറിസം കാണിക്കുക എന്നുള്ളതല്ല അവിടെ പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിലെ സ്റ്റേക്ക് ഹോൾഡർമാരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരേപോലെ തന്നെയുള്ള ട്രീറ്റ്മെൻ്റ് അല്ല ലഭിക്കുക. എല്ലാവർക്കും ഒരേപോലെയുള്ള യൂണിഫോമുകളും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പ്രധാനം. ഉദാഹരണത്തിന് ഒരു കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജുഡീഷ്യൽ ഓഫീസർമാരടക്കം കോടതിയുടെ ഭാഗമായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അതിൽ ജഡ്ജിമാരുണ്ട്, വക്കീലന്മാരുണ്ട്, കോർട്ട് ക്ലർക്കുമാരുണ്ട്, മറ്റ് നിരവധി ആൾക്കാരുണ്ട്. ഇതിൽ യൂണിഫോം നിർബന്ധമായിട്ട് നമ്മൾ കാണുന്നത് ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും മാത്രമാണ്. മറ്റുള്ള ആൾക്കാരും കോടതിയുടെ സ്റ്റാഫ് തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു സ്റ്റെനോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ടൈപ്പിസ്റ്റ്, അതേപോലെ തന്നെ ഒരു കോടതിയുടെ ക്ലർക്ക്, ഈ ആൾക്കാർക്കൊന്നും തന്നെ യൂണിഫോം ഇല്ല എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇനി നാളെ ഏതെങ്കിലും ഒരു വക്കീൽ പറയുകയാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ആളിന് ഇവിടെ യൂണിഫോം ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്കും യൂണിഫോം വേണ്ട, അതല്ലാതെ തന്നെ ഞാൻ വന്ന് വാദിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിക്കപ്പെടണമെന്നില്ല. കാരണം ഡെക്കറം കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, കോടതിയുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ആർക്കൊക്കെയാണ് യൂണിഫോം വേണ്ടത്, അതെങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിഷ്കർഷയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരേ സ്ഥാപനത്തിലാണ് പല ആൾക്കാരും ഇടപെടുന്നത് എങ്കിലും എല്ലാ ആൾക്കാർക്കും ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണമെന്നും എല്ലാ ആൾക്കാർക്കും ഒരു യൂണിഫോം പോളിസി ഉണ്ടാകണം എന്നും നിർബന്ധമില്ല എന്നുള്ളതാണ് യൂഹനോൻ മാർ മിലിത്തിയോസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാദം ഉന്നയിക്കുന്ന ആൾക്കാർ ഒക്കെ തന്നെ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പള്ളുരുത്തിയിലെ സെയിൻറ്റ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂളിൻ്റെ ചട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ 3ാം ഇനമായി പറയുന്നത് അവരുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അവർ കൃത്യമായിട്ടുള്ള യൂണിഫോം ധരിച്ചിട്ടുണ്ട് എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം എന്നാണ്. തന്നെയുമല്ല, അഡ്മിഷൻ്റെ ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ടും പേരൻസിൻ്റെ ഭാഗത്തു നിന്നും സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും അവർ യൂണിഫോം പോളിസി കംപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ഡിക്ലറേഷൻ ആവശ്യമാണ്. ഇതുകൂടാതെ നിരന്തരം കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന, രക്ഷിതാക്കളും കൈകാര്യം ചെയ്യുന്ന സ്കൂൾ ഡയറി ഓരോ കുട്ടിക്കും ലഭിക്കും. അതിൽ 30 മുതൽ 33 വരെയുള്ള ചട്ടങ്ങളിൽ എങ്ങനെയായിരിക്കണം യൂണിഫോം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ യൂണിഫോം പോളിസി എഗ്രി ചെയ്തുകൊണ്ടാണ്
ആ സ്കൂളിൽ അഡ്മിഷൻ നേടുന്ന ഓരോ കുട്ടിയും അവിടെ വന്ന് പഠിക്കുന്നത്. കുറേ മാസങ്ങളായിട്ട് ആ യൂണിഫോം പോളിസി കംപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിക്ക് പൊടുന്നനെ മറ്റാരുടെയൊക്കെയോ പ്രേരണയാൽ ഇനി മുതൽ ഞാൻ എൻ്റെ യൂണിഫോം പോളിസി വയലേറ്റ് ചെയ്തിട്ട് ഞാൻ അതിന് പുറമെ ഹിജാബ് ധരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ ചട്ടപ്രകാരം ആ സ്കൂളിന് അതിൻ്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയല്ലാതെ മറ്റ് നിർവാഹമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയിൽ ന്യൂസ് 18 പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ഒപ്പമുണ്ടായിരുന്ന ചില ആൾക്കാർ പറയുന്നത് തന്നെ ആ കുട്ടിയുടെ ഒരു TC വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആ സ്കൂൾ മാനേജ്മെൻറ്റ് TC കൊടുക്കാനായിട്ട് തയ്യാറായില്ല എന്നാണ്. അത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള ഒരു വാദമാണ്. കാരണം ഒരിക്കലും വാക്കാൽ പറഞ്ഞതുകൊണ്ട് TC കൊടുക്കാനായിട്ട് കഴിയില്ല. ഒരു റിട്ടേൺ ആയിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ടാകണം. ഇനി അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് സ്കൂൾ കൃത്യമായിട്ട് അതിൻ്റെ കാരണം അതിൽ എഴുതി വേണം TC കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ പോലും ആ കുട്ടിക്ക് മാത്രമേ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഈ കുട്ടി യൂണിഫോം പോളിസി കംപ്ലൈ ചെയ്യുന്നില്ല, ഞങ്ങൾ ആവർത്തിച്ച് അത് കംപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ കംപ്ലൈ ചെയ്യാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് യൂണിഫോം പോളിസി വയലേറ്റ് ചെയ്തു എന്ന കാരണത്താൽ ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് TC കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂൾ ഒരു TC ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി യൂഹനോൻ മാർ മെലിത്തിയോസ് ആണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും പ്രതികരിച്ചാൽ നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.